ഇങ്ങനെ ഒരു പത്രസമ്മേളനം വിളിച്ചു ചേർക്കാനുണ്ടായ കാരണം ഇന്നലെ ഈരാറ്റുപേട്ടയെക്കുറിച്ച് ഈരാറ്റുപേട്ടയിൽ ഇക്കഴിഞ്ഞ 23-ാം തീയതി ഉണ്ടായ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നടത്തിയ പ്രസ്താവനയെ സംബന്ധിച്ച് യൂത്ത് ലീഗിൻ്റെ നിലപാട് പറയുന്നതിന് വേണ്ടിയാണ്. അങ്ങേയറ്റം പ്രതിഷേധാർഹമായ ഒരു പ്രസ്താവനയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഈരാറ്റുപേട്ടയിലെ ജനങ്ങളെ തമ്മിലടിപ്പിച്ച് തെരഞ്ഞെടുപ്പിൽ 4 വോട്ട് കിട്ടുക എന്ന രാഷ്ട്രീയ ലാഭം കൊയ്യുന്നതിന് വേണ്ടി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ബോധപൂർവം ഒരു പ്രസ്താവനയുമായി രംഗത്ത് വന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുന്ന ഏതൊരാൾക്കും ബോധ്യമാകുന്നത്. ഇക്കഴിഞ്ഞ 23-ാം തീയതി പൂഞ്ഞാറിലെ ഒരു പള്ളിമുറ്റത്ത് അവിടെയുള്ള കുറച്ച് സ്കൂൾ കുട്ടികൾ അവരുടെ സെൻഡ് ഓഫുമായി ബന്ധപ്പെട്ട് അവർ കാർ റേസിംഗ് നടത്തുകയും അവിടെയുള്ളൊരു അസിസ്റ്റന്റ് വൈദികന് വികാരിക്ക് പരിക്ക് പറ്റുകയും ചെയ്ത സംഭവം നമുക്കെല്ലാവർക്കും അറിയാം. അതുമായി ബന്ധപ്പെട്ട ആ കുട്ടികൾക്കെതിരെ വധശ്രമം ഉൾപ്പെടെയുള്ള കേസുകൾ എടുത്തു. 27 കുട്ടികളെ, മൈനറായ കുട്ടികളെ ജുവനൈൽ ഹോമിലും മറ്റു കുട്ടികളെ ജയിലിലും അടക്കുന്ന സാഹചര്യമുണ്ടായി. അവർക്ക് പരീക്ഷ എഴുതാനുള്ള സാഹചര്യം പോലും നിഷേധിക്കപ്പെട്ടു. പക്ഷേ ഈ സംഭവത്തിൻ്റെ തുടക്കത്തിൽ ചില തെറ്റിദ്ധാരണകളൊക്കെ ഈരാറ്റുപേട്ടയിൽ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് അവിടെയുള്ള ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയും അതിനുശേഷം കോട്ടയം ജില്ലാ കലക്ടറും സർവകക്ഷി യോഗം വിളിച്ച് വിവിധ മത നേതൃത്വവുമായി, രാഷ്ട്രീയ നേതൃത്വവുമായി സംസാരിക്കുകയും ഉണ്ടായ തെറ്റിദ്ധാരണകൾ പരസ്പരം പരിഹരിക്കുകയും ചെയ്ത കാര്യം നമ്മളെല്ലാവരും കണ്ടതാണ്. ഒടുവിൽ കോടതി തന്നെ ഈ കുട്ടികൾക്ക് നേരെ ചുമത്തിയ 307 വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ നിലനിൽക്കില്ല എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ട് ആ കുട്ടികൾക്ക് കോടതി ജാമ്യം അനുവദിക്കുകയും ചെയ്തു. മാത്രമല്ല ക്രിസ്തീയ സഭാ നേതൃത്വവും അതുപോലെ തന്നെ മുസ്ലിം സംഘടനകളുമൊക്കെ വളരെ രമ്യമായി ഈ പ്രശ്നം പരിഹരിച്ച് ഉണ്ടായ തെറ്റിദ്ധാരണയും ആശയക്കുഴപ്പവും ഒക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടത്തിലാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വീണ്ടും ഒരു പ്രസ്താവനയുമായി രംഗത്ത് വന്ന് ഈ കുട്ടികളെ തെമ്മാടികൾ, അവർ കാണിച്ചത് തെമ്മാടിത്തമാണ് എന്ന് പറഞ്ഞാൽ തെമ്മാടികളാണ് തെമ്മാടിത്തം കാണിക്കാറുള്ളത്. കുട്ടികളെക്കുറിച്ചാണ് ഇത്തരം ഒരു വാക്ക് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വിശേഷിപ്പിച്ചത്. അത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. 4 വോട്ടിനു വേണ്ടി ഈരാറ്റുപേട്ടയിലെയും പരിസരത്തുമുള്ള വിവിധ മതസമൂഹങ്ങൾ ഒന്നിച്ചു പരിഹരിച്ച ഒരു വിഷയത്തെ വീണ്ടും വ്രണപ്പെടുത്തി 2 സമുദായങ്ങൾക്കിടയിൽ ഭിന്നതയുണ്ടാക്കി അതിൽ നിന്ന് വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 4 വോട്ട് അധികം കിട്ടുമോ എന്ന് കണ്ണ് നട്ടിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അധപ്പതിച്ച കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് മുഖ്യമന്ത്രി ഈ പ്രസ്താവന തിരുത്തണം, ഈ പ്രസ്താവന തിരുത്തി മാപ്പ് പറയാൻ തയ്യാറാകണം എന്ന് യൂത്ത് ലീഗ് ആവശ്യപ്പെടുകയാണ്. ഈരാറ്റുപേട്ടയെക്കുറിച്ച് ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ പരത്തുന്നത് ഇതാദ്യമായിട്ടല്ല. രാജ്യത്ത് സംഘപരിവാർ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളെക്കുറിച്ച് പ്രചരിപ്പിക്കുന്ന തെറ്റായ കാര്യങ്ങൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും ഏറ്റെടുക്കുന്ന കാഴ്ച അങ്ങേയറ്റം ദൗർഭാഗ്യകരമാണ്. നേരത്തെ പാലക്കാട് ജില്ലയിൽ ഒരു ആന കൊല്ലപ്പെട്ടപ്പോൾ BJP നേതൃത്വം ആന കൊല്ലപ്പെട്ടത് മലപ്പുറത്താണെന്നും മലപ്പുറത്തുകാർ ഇങ്ങനെ മൃഗങ്ങളെയും അതുപോലെ മനുഷ്യരെയും ഒക്കെ ക്രൂരമായി ഉപദ്രവിക്കുന്നവരാണ് എന്നുമൊക്കെ നടത്തിയ പ്രസ്താവന നമ്മുടെ മുമ്പിലുണ്ട്.
ഇങ്ങനെ മുസ്ലിം പ്രദേശങ്ങളെ, മുസ്ലിങ്ങൾ തിങ്ങി താമസിക്കുന്ന പ്രദേശങ്ങളെ ബോധപൂർവം പാർശ്വവൽക്കരിക്കാനും അവർക്കെതിരെ തെറ്റായ പ്രചരണം നടത്താനും സംഘപരിവാരങ്ങൾ ഒരു പ്രചരണം നടത്തുമ്പോൾ അതിന് ഏറ്റുപിടിക്കുന്ന ഒരു സമീപനമാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും സ്വീകരിക്കുന്നത്.